എൻ്റെ നല്ലയമ്മ. ഒരു സൈനികനായിരിക്കെ ജോലി സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നിരവധി തവണ അനുഭവിക്കാൻ ഇദ്ദേഹത്തിനായിട്ടുണ്ട്. അപകടകരമായ അനേകം സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ കൂട്ടിനെത്തിയ അനുഭവം ഇദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ പട്ടാളക്കാരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഞാൻ സൈന്യത്തിലായിരുന്ന നാളുകളിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ പ്രത്യേകത ഞങ്ങൾ പലപ്പോഴും ഒരു സിംഗിൾ ലൈൻ റോഡ് മെത്തേഡിലാണ് ഞങ്ങൾ മൂവ് ചെയ്യാറ്. ഈ നിമിഷങ്ങളിൽ ഒരു പട്ടാളക്കാരും നമ്മൾ ബാക്കിൽ ഒരു 3-4 മീറ്ററുള്ള ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. ആ നിമിഷങ്ങളിൽ ഒരു ഈവനിങ് ടൈമാണ് ഞങ്ങൾ സാധാരണയായിട്ട് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു യുദ്ധത്തിൻ്റേതായിട്ടുള്ള പരിശീലനത്തിൻ്റെ നാളുകളായിരുന്നു. ആ സമയങ്ങളിൽ ഈവനിങ് ഒരു 6 മണിക്ക് ശേഷം മരുഭൂമിയിൽ പൊതുവെ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ യാത്ര ഒരു 20 കിലോമീറ്ററോളം ഞങ്ങൾ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ കാണാത്ത ദൂരത്തിൽ മരുഭൂമി ഇങ്ങനെ വികസിച്ച് കിടക്കുമ്പോൾ 20 കിലോമീറ്ററോളം വാക്കിംഗ് പോകുമ്പോൾ മിക്കവാറും ഡ്യൂട്ടി സമയങ്ങളും ഇങ്ങനെയുള്ള വാക്കിംഗ് സമയങ്ങൾ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഈവനിങ് ടൈം സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സാധാരണയായിട്ട് തോക്കും മറ്റ് ഉപകരണങ്ങളെല്ലാം തോളിൽ തൂക്കിയിട്ടിട്ട് വളരെ ഫ്രീ ആയിട്ട് കയ്യിൽ ജപമാല പിടിച്ചാണ് ഞാൻ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മരുഭൂമിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ക്രോസായിട്ട് നല്ല അത്യുഗ്രമായിട്ട് വിഷമുള്ള വലിയൊരു സർപ്പം ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ സന്ധ്യാസമയം ആയതുകൊണ്ട് ഇത് കാണാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജപമാല പ്രാർത്ഥിച്ചിങ്ങനെ മാതാവിനോട് പ്രാർത്ഥനയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സർപ്പം മൂവ് ചെയ്ത് വന്നതും ഞാൻ എൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതും കറക്റ്റായിട്ട് ആ പാമ്പിൻ്റെ തലയുടെ മുകളിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ഭാഗത്തല്ല മറ്റേതെങ്കിലും ഭാഗത്തായിരുന്നുവെങ്കിലും അത് എന്നെ തിരിച്ചാക്രമിക്കുകയും അന്ന് ആ സമയത്ത് തന്നെ അതിഗ്രമായിട്ടുള്ളൊരു പൊസിഷനുള്ള പാമ്പായതുകൊണ്ട് ഒരു ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ മൂവ് ചെയ്തിരുന്നത്. ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ ദൈവമാതാവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ദൈവിക സംരക്ഷണം എനിക്ക് ലഭിക്കാനിടയായി. ഞാൻ കാലെടുത്ത് വെച്ചത് സർപ്പത്തിൻ്റെ തലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ കാല് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു വസ്തുവിന് മുകളിൽ ചവിട്ടിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. പക്ഷേ എൻ്റെ അന്നേരം തന്നെ പിറകിലോട്ട് അടിച്ചു. ഞങ്ങളുടെ തൊട്ട് പിറകിൽ ഒരു 2.5 മീറ്ററോളം ഡിസ്റ്റൻസിൽ വരുന്ന അടുത്ത സൈനികൻ്റെ കാലിലിട്ട് പാമ്പിൻ്റെ വാല് പോയി തട്ടിയപ്പോഴാണ് ഇത്രയും നീളമുള്ള പാമ്പാണെന്ന് മനസ്സിലായത്. ഞാൻ ഉടൻ തന്നെ എടുത്ത് ചാടി അന്നേരം ബാക്കിൽ ആൾ വന്നത് ടോർച്ചെടുത്ത് നോക്കുമ്പോൾ അത്യുഗ്രഹമുള്ള നീളമുള്ള സർപ്പം ഇഴഞ്ഞു പോകുന്നൊരു അനുഭവമായിരുന്നു. ശരിക്കും അത് എന്നെ വല്ലാത്തൊരു ദൈവിക സംരക്ഷണത്തിനെ കുറിച്ചുള്ള ബോധ്യം ആഴമായി എനിക്ക് പതിക്കാനായിട്ട് ഇടയായി. ശരിക്കും ആ ജപമാല പ്രാർത്ഥിച്ച് നടന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് തന്നെ സംഭവിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ആ ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുന്ന വലിയൊരു സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നിമിഷങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ശ്രവിക്കും എന്നതിൻ്റെ തെളിവാണ് ഇദ്ദേഹം പങ്കുവെക്കുന്ന ഈ അനുഭവങ്ങൾ. ദൈവീക സംരക്ഷണം ആഗ്രഹിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത് അത്ഭുതകരമായാണ്. രാജസ്ഥാൻ മരുഭൂമിയിലെ മറ്റൊരു അനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. 20-30 കിലോമീറ്റർ കാൽനടയായി നടന്ന് ഞങ്ങൾ ഓരോ ക്യാമ്പുകളിലെത്തും. അന്നേരം ട്രഞ്ചുകളെല്ലാം കുഴിച്ചതിന് ശേഷം രാത്രി 10-11 മണിക്കൊക്കെയാണ് ഞങ്ങൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള സമയം കിട്ടത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവനും ഞങ്ങളെ ഈ ട്രഞ്ചുകൾ എടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് അടുത്ത യുദ്ധത്തിൻ്റേതായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കഴുത്ത് വരെയെങ്കിലും ട്രഞ്ചുകൾ കുത്തി പിന്നെ അതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ ട്രഞ്ച് ഉണ്ടാക്കിയിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ടത്. ഡിഫൻസിൻ്റെ ഭാഗമാണത്. ആ നിമിഷങ്ങളിൽ ഒരു 12 മണിയോടുകൂടി എല്ലാം അവസാനിച്ച് എല്ലാം റിലാക്സ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി സമയമായിരുന്നു 12 to 2. ഞാനും വേറൊരു തമിഴ് നാട്ടുകാരനായിട്ടൊരു സൈനികനും കൂടെ ഉണ്ടായിരുന്നു. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സിവിലിയൻസിൽ നിന്ന് കുറച്ച് അവിടെയുള്ള ലോക്കലായിട്ട് ആളുകളിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ 2-3 വർഷങ്ങൾക്ക് ഇടയിൽ ഒരു ആന്തി തൂഫാൻ എന്ന് പറഞ്ഞൊരു കൊടുങ്കാറ്റ് ഉണ്ടാവാറുണ്ട്. അതുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ഭയങ്കര ഒരു ഡേഞ്ചറാണ്, അത് സൂക്ഷിച്ചോളണം എന്നൊരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഞാൻ ചുമ്മാ ഈശോയോട് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ തൂഫാൻ എന്താ ഇവിടുന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ രാത്രി 12 മണി വരെയൊക്കെ കാൽനടയായി 30 കിലോമീറ്റർ നടന്ന് അവിടെ എത്തി ഒരു വിശ്രമിക്കുന്ന സമയങ്ങളിൽ ട്രഞ്ചെല്ലാം കുത്തി എല്ലാവരും റിലാക്സ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഡ്യൂട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ തൂഫാൻ്റെ ലക്ഷണമായിട്ട് സാധാരണയായിട്ട് പടിഞ്ഞാറെന്നാണ് കാറ്റ് വീശാറ്. ഇത് കിഴക്കുന്ന് കാറ്റ് വീശിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലേക്ക് ശങ്ക വന്നു, ഇത് തൂഫാനായിരിക്കണം സാധ്യതയുണ്ടെന്ന്. അപ്പോൾ
തൂഫാൻ തുടങ്ങിക്കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനകം പ്രകൃതിയിൽ മുഴുവനും ഭാവഭേദങ്ങൾ മാറാനായിട്ട് തുടങ്ങി. അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങൾ, മണൽ കൂമ്പാരങ്ങൾ അപ്രത്യക്ഷമാകുന്നു, വേറെ സ്ഥലത്ത് പോയി കുമിഞ്ഞുകൂടുന്നു. അങ്ങനെ ഈ ചോപ്പടി പോലുള്ള ഈ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയ വീടുകളൊക്കെ അപ്രത്യക്ഷമായി പോകുന്നു. മരത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇലകളൊക്കെ ആഞ്ഞടിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്ന് അന്തരീക്ഷത്തിൽ നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങൾ. തൂഫാൻ ശക്തമായിട്ട് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്തരീക്ഷം നിൽക്കുമ്പോൾ തന്നെ നമ്മളെ തട്ടി വീഴ്ത്തുന്ന തരത്തിലുള്ള രീതിയിൽ കാറ്റ് ശക്തമായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങുന്ന സൈനികരുടെ ബോഡികളെല്ലാം, ശരീരമെല്ലാം മണലിനടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലുകൾ മൂടുന്നു, കൈ മൂടുന്നു, കഴുത്ത് മാത്രം തലയ്ക്കകത്ത്. കാരണം മണലിങ്ങനെ ടയേർഡായി കിടക്കുകയാണല്ലേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിനകത്ത് ഒരു സൈറൻ മുഴങ്ങി. പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. ഈ നിമിഷങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് ഈ കാറ്റ് ശാന്തമായില്ലെങ്കിൽ അനേകരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങളും മണൽ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ നിമിഷങ്ങളിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ടൗലെടുത്ത് മുഖം മൂടിക്കെട്ടിയിട്ട് ജവമാല, എൻ്റെ എപ്പോഴുള്ള പ്രാർത്ഥനയുടെ ശക്തമായ ആയുധം ജവമാലയായിരുന്നു. ജവമാല എടുത്ത് കാറ്റിന് അഭിമുഖമായി മുട്ടുമേൽ നിന്നുകൊണ്ട് ആ മരുഭൂമിയിൽ ഞാൻ 2 കരങ്ങൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത അങ്ങനെ കടന്നു വന്നിരുന്നു. കർത്താവ് ശിഷ്യന്മാർ കൂടെ വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോഴും കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഈശോ ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു രംഗം പരിശുദ്ധാത്മാവ് കൂടെ കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനും ഓരോ രഹസ്യം തീരുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയുടെ നാമത്തിൽ ഈ കാറ്റുകൾ ശാന്തമാകട്ടെ, തൂഫാൻ കാറ്റ് ശാന്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഓരോ രഹസ്യം ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഈ 5ാമത്തെ രഹസ്യം പൂർത്തിയാകുമ്പോൾ, ഈ ജപമാല പൂർത്തിയാകുമ്പോഴേക്കും, ജപമാല വഴി എൻ്റെ ജീവിതത്തിലേക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഈ കാറ്റ് ശാന്തമാക്കി സൈനികരുടെ ജീവൻ രക്ഷിക്കണമെന്ന്. 4ാമത്തെ ജപമാലയുടെ രഹസ്യം തീർന്ന് 5ാമത്തെ രഹസ്യം തുടങ്ങി 5 മണിയോളം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശാന്തമായിട്ട് അന്തരീക്ഷം മുഴുവനും ഒരു ഇല പോലും ഇളകാത്ത വിധത്തിൽ പൂർണ്ണമായിട്ടും ഒരു ശാന്തത ഉണ്ടായി. 5 രഹസ്യങ്ങൾ തീർന്ന് ഞാനൊരു ജപമാല കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു നിമിഷങ്ങളിൽ ശരിക്കും തൂഫാൻ അത് ശക്തമായിട്ട് ശാന്തമാകുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ദൈവമാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇത്രയും ശക്തമായിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പോലും വില കൊടുത്തുകൊണ്ട് പ്രപഞ്ചം പോലും അംഗീകരിക്കത്തക്ക വിധത്തിൽ പ്രപഞ്ച ശക്തികൾ പോലും ഈശോയുടെ നാമത്തിന് മുന്നേ മുട്ടുകളും മടക്കുന്ന ആ മാതാവിൻ്റെ മധ്യസ്ഥ സാന്നിധ്യം അനുഭവിക്കാൻ അറിഞ്ഞൊരു നിമിഷങ്ങളായിരുന്നു എൻ്റെ സൈനിക ജീവിതത്തിലെ ഈ നിമിഷങ്ങൾ. കഷ്ടകാലങ്ങളിൽ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അമ്മ പ്രവർത്തിച്ച ഈ അത്ഭുതങ്ങളെല്ലാം തൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിനും കാരണമായി എന്ന് ഇദ്ദേഹം ഏറ്റുപറയുന്നു. മാമോദിസ സ്വീകരിച്ച നാളുകളിൽ ഉണ്ടായ ശക്തമായ ദൈവാനുഭവം നിമിഷം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഞാൻ മാമോദിസ സ്വീകരിച്ച നാളുകളിൽ പഞ്ചാബിൽ വെച്ചായിരുന്നു, അബോർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ആ സമയങ്ങളിൽ ഒരു ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ശരീരത്തിലേക്ക്, കണ്ണുകളിലൂടെയൊക്കെ ഒരു തീ പറക്കുന്ന ഒരു അനുഭവമൊക്കെ ഒരു 40 ദിവസത്തോളം ശക്തമായ അനുഭവമായിരുന്നു. ശരിക്കും ആ സമയങ്ങളിൽ ഞാൻ മഞ്ഞപ്പിത്തം രോഗം പിടിപെട്ട് ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മിലിറ്ററി ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഒരു 3 മണി പ്രാർത്ഥന സമയത്ത് ഒരു ശക്തമായ ഒരു ആഗ്രഹം ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഈശോയെ ഒന്ന് കാണണം, ഈശോയുടെ ദൈവിക സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സൂര്യമായിട്ട് ഏകാന്തയിൽ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രചോദനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും തപ്പി നോക്കി. അപ്പോൾ എല്ലാ ബെഡ്റൂമിലും അവിടെ തന്നെ പേഷ്യൻ്റ് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം പേഷ്യൻസ് എന്ന് അറിയണ്ടായിരുന്നു. ഞാൻ ഓരോ നിലയിലും മാറി മാറി നോക്കി. ലാസ്റ്റ് 3ാം നിലയുടെ മുകളിൽ കയറി പൈപ്പ് ലൈൻ വഴി ഞാൻ ടെറസിൻ്റെ മുകളിലോട്ട് കയറി അവിടെ ഒരു നടുഭാഗമായിട്ട് നല്ലൊരു സൗകര്യമായിട്ട് സ്ഥലം തിരഞ്ഞെടുത്തു. നല്ല വെയിലുള്ള സമയമായിരുന്നു. ഞാൻ കുറച്ച് ത്യാഗം സഹിച്ച് തന്നെ മുട്ടുമേൽ നിന്നുകൊണ്ട് ജപമാല എടുത്ത് ഞാനിങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ജപമാല പ്രാർത്ഥനയായിരുന്നു എപ്പോഴും. അതുകൊണ്ട് തന്നെ ജപമാല വഴി ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന എല്ലാ ഈശോയ്ക്കും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ജപമാലയോട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുക തുടങ്ങി. ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, ഈശോയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ജപമാല കഴിഞ്ഞു, പ്രത്യേകിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നും ഉണ്ടായില്ല. വീണ്ടും ഞാൻ തീക്ഷ്ണതയോടെ 2ാമത്തെ ജപമാല ചൊല്ലി തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ് ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റാൻ തുടങ്ങി. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടൊരു ദൃശ്യലയായിട്ടുള്ളൊരു അനുഭവം എനിക്ക് കിട്ടുന്നില്ല. വീണ്ടും ഞാൻ 3ാമത്തെ ജപമാല തുടങ്ങി. അപ്പോൾ കാരണം ഞാൻ കുദാശ സ്വീകരിച്ച് നല്ല കൃപാവരത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയങ്ങളിൽ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതിനോട് ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് 3ാമത്തെ ജപമാല ഒരു 2-3 രഹസ്യമൊക്കെ ആയപ്പോൾ ആ സമയങ്ങളിൽ ശക്തമായിട്ട് പൈപ്പ് ലൈനുകൾ കിടന്ന് അടിക്കാനായിട്ട് തുടങ്ങി. ഞാൻ വെള്ളം കയറ്റുന്ന സമയമായിരിക്കുന്നവർ വീണ്ടും ഞാൻ അതൊക്കെ എൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി പല അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കണ്ണു തുറക്കുന്ന തീക്ഷ്ണമായിട്ട് ജപമാലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിൽ പൈപ്പ് ലൈനൊക്കെ ശക്തമായി അടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സംശയമായി, ഇനിയിപ്പോൾ എന്തിങ്ങനെ പൈപ്പ് ലൈൻ കിടന്ന് അടിക്കുന്നത്. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് ഞാൻ പോയി പൈപ്പ് ലൈനൊക്കെ പിടിച്ചു നോക്കി, ചെവിയൊക്കെ വെച്ച് നോക്കി, വെള്ളം കയറുന്നൊന്നുമില്ല. പിന്നെ എന്തേ കിടന്ന് അടിക്കുന്നതെന്ന് വീണ്ടും ഞാൻ വന്നു. എന്നെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ വീണ്ടും കർത്താവിനെ കാണാൻ
തീവ്രമായ ആഗ്രഹത്തോട് ജപമാലയിൽ ഇങ്ങനെ കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ സമയങ്ങളിൽ ശക്തമായ ബഹളവും ആളുകളും പിന്നെ ഒച്ചയിടുന്നതും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു അനുഭവം ഇങ്ങനെ ആളുകളിങ്ങനെ ബഹളം വെക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ മെല്ലെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ വിട്ട് എല്ലാ പേഷ്യൻസും ഡോക്ടർമാരും സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഹോസ്പിറ്റലിലെ മുകളിൽ ആരോ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഇയാളെ കണ്ടുകൊണ്ട് എല്ലാവരും എന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറമേ മാറി നിന്ന് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ ഉടനെ തന്നെ പൈപ്പ് ലൈൻ വഴി താഴോട്ട് ഇറങ്ങി ഇവരെ കൂട്ടത്തിൽ ഇറങ്ങി ഓടി ലാസ്റ്റ് അവസാനത്തെ ആളെന്ന ഈ കൂട്ടത്തിൽ കൂടെ പോയി നിന്നിട്ട് തൊട്ടടുത്തുന്ന ഒരു പട്ടാളക്കാരനായിട്ടുള്ള പേഷ്യൻറ്റിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് എല്ലാവരും നോക്കുന്നത് ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചപ്പോൾ, നീ എവിടെയായിരുന്നു ഇത്ര നേരം, ഇതൊന്നും ഇവിടെ നടന്നൊന്നും നീ അറിഞ്ഞില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത്രയും നേരം ഒരു 5-10 മിനിറ്റായിട്ട് ഈ ബിൽഡിംഗ് മുഴുവൻ, ഈ പ്രദേശം മുഴുവൻ ഭൂകമ്പം ഉണ്ടായി, ഞങ്ങൾ കിടക്കുന്ന കട്ടിലുകളൊക്കെ ആടി പല സാധനങ്ങളും താഴെ വീണു. അങ്ങനെ ഭൂകമ്പത്തിൽ ബിൽഡിംഗ് വീഴുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങി ഓടിയതാണ് ആ ഒരു ബഹളം കേട്ടത്. അങ്ങനെ ശരിക്കും പറഞ്ഞ് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന വരേക്ക് അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥന തുടങ്ങി കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി തീവ്രമായി ആഗ്രഹിച്ച് ജപമാലയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, പണ്ടത്തെ ക്രൈസ്തവ സമൂഹം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങിയൊന്നും ഭൂകമ്പം ഉണ്ടായെന്നൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന കർത്താവിൻ്റെ ഒരു ദൃശ്യമായിട്ടൊരു അനുഭവത്തിൻ്റെ അടയാളമായിട്ട് ആ ഒരു ഭൂകമ്പത്തെ ഞാൻ കാണുകയാണ്. കാരണം ആ ഭൂകമ്പം നടക്കുമ്പോൾ ഞാൻ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ടെറസിന് മുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. അപ്പം മാതാവ് ശരിക്കും മാതാവിനോട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് തൻ്റെ ഈശോയുടെ സാന്നിധ്യം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാനത് എൻ്റെ ഓർമ്മയിൽ മായാതെ സൂക്ഷിക്കുകയാണ്. ദൈവവിശ്വാസത്തിൽ ചൂടുപിടിച്ചു നിൽക്കുവാൻ മാതാവിലുള്ള ആശ്രയം നമ്മെ സഹായിക്കുമെന്ന് ഉണ്ണി ഫ്രാൻസിസ് വ്യക്തമാക്കുന്നു. മാതാവിനോട് ചേർന്ന് നിന്നപ്പോൾ ഈശോയിലേക്ക് ചേർന്ന് നിൽക്കാൻ തനിക്ക് സാധിച്ചു എന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ സിയാച്ചിൻ ഗ്ലേസിയറിൽ സർവീസ് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ സാധാരണയായിട്ട് ഏറ്റവും സിയാച്ചിൻ ഗ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പേറിയ ഒരു ഹിമാലയത്തിൻ്റെ ഏറ്റവും മുകൾ പരപ്പാണത്. അവിടേക്ക് ഞങ്ങൾ നടന്നു വേണം, കാൽനടയായിട്ട് വേണം ഐസ് മലകളെല്ലാം കയറി പോകാനായിട്ട്. ഞാൻ ഇരുന്ന പോസ്റ്റിൽ ഒരു 100 കിലോമീറ്ററോളം നടന്ന് കാൽനടയായിട്ട് 12 ദിവസം കൊണ്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. ഓരോരുത്തർക്കും അവരുടെ ടേണർ 3 മാസത്തോളമായിരുന്നു. ഞാൻ അവിടെ 3 മാസം ആയിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, അതൊരു താപസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റണം എന്നുള്ള രീതിയിൽ സമ്പൂർണ്ണ ബൈബിളും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് പാക്ക് ചെയ്യുമ്പോഴും ഈ ബാഗെല്ലാം റെഡി ചെയ്യുമ്പോഴും മറ്റുള്ളവരെല്ലാവരും എന്നെ കളിയാക്കിയിരുന്നു. കാരണം ഒരു തീപ്പെട്ടി പാക്കറ്റ് പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പകുതി കൊള്ളികളെടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഒരു സോപ്പിൻ്റെ പകുതി മുറിച്ച് മാറ്റി വെയിറ്റുകൾ കുറയ്ക്കുന്ന രീതിയിലായിരുന്നു എല്ലാവരും സാധനങ്ങൾ കയറി ചെയ്തുകൊണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തണുപ്പിനെ അതിജീവിക്കാനുള്ള കോട്ടും ബൂട്ടും എല്ലാ ക്രാമ്പണും ബൂട്ടും സാധനങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉപേക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു. എന്നിട്ട് തന്നെ ഓരോരുത്തർക്ക് 26-28 കിലോ വെയിറ്റ് വരുമായിരുന്നു. ഇത് എടുത്തുകൊണ്ട് വേണം ഐസ് മലകളിലൂടെ 100 കിലോമീറ്ററും 150 കിലോമീറ്ററൊക്കെ കാൽനടയായിട്ട് നടന്ന് കയറാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് വയ്ക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, 2.5 കിലോളം ഇത്രയും വെയിറ്റ് വരുന്ന ഒരു ബൈബിൾ നീ എടുത്തുകൊണ്ട് പോകുന്നു, പൊട്ടത്തരല്ലേ, വെയിറ്റ് ചുമന്നുകൊണ്ട് നീ തന്നെ നടക്കേണ്ടി വരും, നീ ടയർഡായി പോകുന്നൊക്കെ പറഞ്ഞു. എൻ്റെ മനസ്സിലേക്ക് ചിന്ത ഇതായിരുന്നു, എനിക്ക് ആവതുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കർത്താവിനെ വഹിക്കും, എനിക്ക് ആവതമില്ലാത്തൊരു കാലം വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ വഹിച്ചോളും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. കാരണം സമ്പൂർണ്ണ ബൈബിളോട് ഞാൻ പോസ്റ്റിൽ കയറിയാൽ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 3 മാസക്കാലമാണ് ഞാൻ അവിടെ എടുത്ത് കംപ്ലീറ്റ് ബൈബിൾ വായിച്ച് തീർത്ത നിമിഷങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സിഖുകാരായിട്ടുള്ള ആളുകൾ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ടേൺ ഓവർ തീർന്ന് അവരുടെ 3 മാസം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങേണ്ട സമയമായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഐസ് തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നോ മൂവിങ് ഓർഡർ ആയിരുന്നു. ആ നിമിഷങ്ങൾ ആരും മൂവ് ചെയ്യാൻ പാടില്ല, അന്ന് നോ മൂവിങ്ങിൻ്റെ ഓർഡർ ആയിരുന്നു. അതുകൊണ്ട് അവർ വളരെ നിരാശിതരായിരുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, നിരാശ, ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തെ പോലും അവർ പഴിക്കാൻ തുടങ്ങി, നിരാശ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ദൈവത്തെ പഴിക്കണ്ട, കാലാവസ്ഥയൊക്കെ ശരിയായിക്കൊള്ളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അവർ നോക്കി. ലാസ്റ്റ് ഒരു നിർവാഹമില്ലാത്ത രീതിയിൽ അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥ വന്ന ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം കർത്താവ് പറഞ്ഞ് 2-3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ സന്നിധനായിരിക്കും, കർത്താവ് ഇടപെടുന്നതൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആ 2 സിഖുകാർ എൻ്റെ കൂടെ ഒരു ദിവസം ഇരുന്ന്, ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് നടുക്ക് ബൈബിളൊക്കെ വെച്ച് ഒരു ഹിന്ദി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഹിന്ദി പാട്ടൊക്കെ പാടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ വൈകുന്നേരം കിടന്നു. കർത്താവ് ഇടപെട്ടോളെന്ന് പറഞ്ഞ് കിടന്നു, ഞങ്ങളെല്ലാവരും കിടന്നു. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ വീണ്ടും ഒരു നീറ്റും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പാടി പ്രാർത്ഥിച്ച ഹിന്ദി പാട്ട് അന്തരീക്ഷത്തിൽ ആരോ പാടുന്നത് കേട്ടുകൊണ്ടായിരുന്നു അവർ ഉണർന്നത്. എന്നിട്ട് ഒരാൾ ഉണർന്നു, മറ്റാളും വിളിച്ചു, 2 കേട്ടു. അവർ 2 ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. ഞാൻ ഉണർന്നു. എന്നിട്ട് ചോദിച്ചു എന്താണ്ടായി. അപ്പോൾ ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ആരും കാണുന്നില്ല. എന്തായാലും പിന്നെ
യൂറിനൊക്കെ പാസ് ചെയ്ത് കിടന്നുറങ്ങാന്നുള്ള രീതിയിൽ ഞാൻ ഞങ്ങളുടെ ക്യാമ്പ് വിട്ട് ഐസിൻ്റെ പുറത്തോട്ട് വന്ന് ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് കുറച്ച് നേരം കരങ്ങൾ ഉയർത്തി അന്തരീക്ഷത്തിലൊക്കെ സമർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നു, ഈശോയെ ആകാശത്ത് ഒരു നക്ഷത്രമെങ്കിലും കാണിച്ചു തരണം. കാരണം ഈ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ തെളിഞ്ഞു എന്നുള്ള അടയാളമായിരുന്നു. അപ്പോൾ ഒരു നക്ഷത്രമെങ്കിലും കാണിച്ചു തരണമെന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലി അവരോട് കൂടെ 3 പേര് ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു കിടന്നത്. അപ്പോൾ ഈ രാത്രി സംഭവങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ട് അന്തരീക്ഷത്തൊക്കെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒരു 10-12 മണിയായിട്ടുണ്ടാവും. ഇത് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ജസ്റ്റ് ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ ആകാശം മുഴുവൻ നക്ഷത്രങ്ങൾ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് ക്യാമ്പിനകത്തോട്ട് വന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ പുറത്തോട്ടൊന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവരെന്താ സംഭവം, ഈ പാട്ട് പാടിയ അന്തരീക്ഷത്തിൽ പാടിയിരുന്ന ആരാന്നുള്ള ആളെ കാണുമെന്നുള്ള രീതിയിൽ അവർ പുറത്തോട്ട് പോയി പോകുമ്പോൾ ഒന്നും കണ്ടില്ല. ഞാൻ ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു. ആകാശത്തോട്ട് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നക്ഷത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാലാവസ്ഥ തെളിഞ്ഞു എന്നുള്ള ലക്ഷണമായിരുന്നു. പിറ്റേ ദിവസം അതുപോലെ തന്നെ നല്ല കാലാവസ്ഥ വരികയും ആകാശം തെളിയുകയും അതുകൊണ്ട് സൂര്യൻ ആദ്യമായിട്ട് ഒരു 1.5 മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുകയും സിയാച്ചിൻ ഗ്ലേസിയറിൽ അവർക്ക് സുഖമായിട്ട് അവിടെ നിന്ന് ഐസ് വാളുകളൊക്കെ ഇറങ്ങി താഴോട്ട് പോയി അവരുടെ ടേണടുത്ത് നിന്ന് അവർക്ക് വീട്ടിലേക്ക് ലീവ് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതിലൂടെ ആ ഹിന്ദിക്കാരും ശരിക്കും പറഞ്ഞ് ഭയങ്കര ഒരു ഈശോയുടെ വിശ്വാസത്തിലേക്ക് ആ സിഖുകാരും ഒരു മനസാന്തര അനുഭവത്തിലേക്ക് നയിക്കാനായിട്ട് ജപമാല പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ളൊരു ജപമാല പ്രാർത്ഥനയിലൂടെ കർത്താവ് ശക്തമായി ഇടപെട്ട ഒരു അനുഭവം ഈ നിമിഷങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്. ഉണ്ണി ഫ്രാൻസിസിന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ കാണാൻ സാധിക്കും. തൻ്റെ വിശ്വാസ ജീവിതത്തിൽ തന്നെ കൈപ്പിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് ഇദ്ദേഹം ഏറ്റുപറയുന്നു. ഞാൻ എൻ്റെ 21 വർഷത്തെ ഈശോയുടെ വിശ്വാസം സ്വീകരിച്ച് ഈ 21 വർഷക്കാലത്തെ ആത്മീയ ജീവിതം പരിശോധിക്കുകയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാതാവിനോട് കൂട്ടുപിടിച്ചതുകൊണ്ടാവാം എൻ്റെ സമകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന പലരും വിശ്വാസം തണുത്തുറഞ്ഞു പോവുകയും തിരുസഭയിൽ നിന്ന് പോലും അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പോലും അകന്നു പോകാനായിട്ട് കാണാനായിട്ട് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട് പലരെയും. പക്ഷേ മാതാവിനോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ആയിരിക്കാം എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓരോ ദിവസവും പുതുമയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ കാണുന്ന പലരും പറയാറുണ്ട്, ഉണ്ണി അന്ന് കണ്ട അതേപോലത്തെ തീഷ്ണതയിലും കൃപയിലും ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ രഹസ്യമെന്ന്. ഞാൻ അവരോട് പറയാറുള്ള ഒറ്റ കാര്യമാണ്, എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുന്ന ഒരു പ്രകൃതം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ജപമാല ചൊല്ലാതെ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ ഒന്നും പ്രാർത്ഥിച്ചില്ല എന്ന് തോന്നുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എന്തൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലിയാലും, സ്വയം പ്രേരിത പ്രാർത്ഥനകൾ, മറ്റെല്ലാ പ്രാർത്ഥനകൾ ചെയ്താലും ജപമാല ചൊല്ലിയില്ല എങ്കിൽ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചില്ല എന്ന് തോന്നുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. മാതാവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഈശോയോട് കൂടുതലായിട്ട് അടുത്തിരിക്കാനും ഈശോയുടെ കൂടുതൽ സ്നേഹം അനുഭവിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാതാവാണ് യഥാർത്ഥത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു വഴികാട്ടി, അല്ലെങ്കിൽ ഈശോയോട് ചേർത്ത് നിർത്തുന്ന ഒരു അടുത്തറിയുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവമാതാവുള്ള ഭക്തിയും മാതാവിൻ്റെ സ്നേഹവും വാത്സല്യം തന്നെയാണ്. അതെനിക്ക് എടുത്തു പറയാനായിട്ട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തുറക്കെ എല്ലാവരോടും പറയാനായിട്ടും സാധിക്കും.